നിങ്ങൾക്ക് അനുയോജ്യമായ എക്സ്ക്ലൂസീവ് ഡിസൈൻ കണ്ടെത്താൻ ഞങ്ങളുടെ ജ്വല്ലറി കൺസൾട്ടന്റിനെ വിളിക്കൂ. പ്രേംദീപ് ജ്വൽസ്, the biggest boutique jewelry in Palakkad. നടുക്കത്തിൽ നിന്നും വിട്ടുമാറാതെ തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട കവളപ്പാറ സ്വദേശി ഉണ്ണികൃഷ്ണൻ. തമാശയും പാട്ടും പരിഭവവും നിറഞ്ഞു നിന്ന ആ വെടിമരുന്ന് ശാലയിലെ അന്തരീക്ഷം എത്ര പെട്ടെന്നാണ് മാറിയത്. 40 പേരോളം വരുന്ന തൊഴിലാളികൾ ഒരുമിച്ചിരുന്ന് ജോലി ചെയ്തവരിൽ 13 പേർ ഇന്നില്ല. ഒട്ടേറെ പേർ ചികിത്സയിൽ. വിരലിൽ എണ്ണാവുന്ന ചിലർ ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു. അതിൽ ഒരാളാണ് കവളപ്പാറയിലെ കിഴക്കേതിൽ ഉണ്ണികൃഷ്ണൻ. 55 വയസ്സുകാരനായ ഉണ്ണികൃഷ്ണന്റെ കണ്ണുകളിൽ ഇപ്പോഴും ആ ഭയം കാണാം. ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനും ശേഷം വീണ്ടും പണിയിലേക്ക് കടന്നതായിരുന്നു ഉണ്ണികൃഷ്ണൻ. വെടിമരുന്ന് നിറയ്ക്കലും തിരിവെക്കലും എല്ലാം ഉണ്ണികൃഷ്ണൻ ചെയ്തിരുന്നു. ജോലിക്കിടയിൽ നിന്നും ബാത്റൂമിൽ പോയതാണ് അദ്ദേഹം. തിരിച്ചു വരുമ്പോഴാണ് നാടിനെ നടുക്കുന്ന ദുരന്തത്തിന് സാക്ഷിയായത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിച്ചിട്ട് 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ജോലിക്ക് ഇറങ്ങി. എന്നിട്ടൊരു 3:15 ബാത്റൂമിലേക്ക് പോകാൻ തോന്നി. അപ്പോൾ അവന് ബാത്റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് ഷെഡിൻ്റെ അടുത്തെത്താറായി. അടുത്തെത്തിപ്പോൾ എത്തുമ്പോൾ ഒരു വെടി പൊട്ടി. അവർ നേരെ തിരിച്ചോടി, ബൈക്കിൽ നിന്ന് തിരിച്ചോടി. ഓടിപ്പാട് വീണിട്ട് ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് നീക്കാൻ പറ്റിയില്ല. പിന്നെ ചെരുപ്പൊക്കെ കാലത്ത് ചെരുപ്പ് തെറിച്ച് പോയി. അവിടുന്ന് ഓടി. അപ്പോൾ പിന്നെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് 5 മിനിറ്റ് അവിടെ കവർന്ന് കിടന്നിട്ട് പിന്നെ അവിടുന്ന് നീച്ചിട്ട് ഓടിയിട്ട് വേറൊരു വീട്ടിൽ പോയിട്ട് ഷർട്ടും മുണ്ടൊക്കെ മാറി. അവിടുന്ന് അവർ വേറെ പല ഷർട്ടും മുണ്ടുന്നു. അങ്ങനെ പോകുന്നു. 55 വയസ്സുകാരനായ ഉണ്ണികൃഷ്ണൻ 40 വർഷമായി ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു. ആദ്യമായല്ല ഭാഗ്യം ഉണ്ണികൃഷ്ണന് തുണയാവുന്നത്. 2011 ത്രാങ്ങാലിയിൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള വയലിൽ ഉണ്ടായിരുന്ന വെടിമരുന്ന് ശാലയിൽ നടന്ന സ്ഫോടനത്തിലും ഉണ്ണികൃഷ്ണൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അന്ന് വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് ആളുകൾ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴായിരുന്നു ആ ദുരന്തം. അതിൽ ഉണ്ടായിരുന്ന 12 തൊഴിലാളികളും തൽക്ഷണം മരിച്ചു. അന്ന് 4:40 സംഭവിച്ചത്. 4:40 വൈകിട്ട് 4:40. അന്ന് എല്ലാവരും പണി മാറിയിട്ട് കുളിക്കാൻ പോകാൻ വേണ്ടി റെഡി ചെയ്ത് നിൽക്കുന്നത്. അപ്പോഴാണ് അത് പൊട്ടിത്തെറി. അപ്പോൾ ഞാനതിൻ്റെ ഒരു 25 മീറ്റർ ഇപ്പുറത്ത് നിന്ന് വീണിട്ടുണ്ട്. ഞാനും ഒരു 3 പേരും. അതിന് പൊട്ടിത്തെറിക്കലും ഞാൻ പണിയെടുക്കുന്ന അവിടെ ഷെഡിൽ നിന്നാണ്. അതിൽ കുറച്ച് അമിട്ടുകളും കാണും. അതും പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഞാൻ വെയിലെടുത്തിട്ട് അവിടെ ചാടി ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു നിർണയം വെച്ച ജോലിയാണ്. അങ്ങനെ രക്ഷപ്പെട്ടു. നാളെയുടെ പ്രതീക്ഷയിൽ ജീവനോടെ വെന്തുമരിച്ച സഹോദരങ്ങൾക്ക് ACV ന്യൂസിന്റെ ആദരാഞ്ജലികൾ.